ഗ്ലാസ് കൊണ്ട് ഒരു അടിപൊളി കാർപോർട്ട് ഉണ്ടാക്കിയാലോ? നമസ്കാരം, ഞാൻ ആകാശ് അഗസ്റ്റിൻ. ഗ്ലാസ് ആൻഡ് വിൻഡോസിലേക്ക് സ്വാഗതം. ഗ്ലാസ് കൊണ്ട് സ്കൈലൈറ്റുകൾ ചെയ്യാറുണ്ട്. എന്നാൽ കാർപോർച്ച് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നിങ്ങൾക്ക് അതിലൊരു ടെൻഷൻ വരാറുണ്ടാവുമല്ലോ. കാരണം ഗ്ലാസ് ആണല്ലോ മുകളിൽ, അടിയിൽ കാറും. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു കാർപോർച്ചാണ്. നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ്ലി സ്ട്രക്ചർ വർക്ക് ആൻഡ് ടഫൺ ഗ്ലാസ് വർക്ക്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഏറ്റവും ഡീറ്റെയിൽസിലേക്ക് വരുമ്പോൾ ആദ്യം ഇതിൻ്റെ ഒരു സ്ട്രക്ചർ വർക്കിനെ പറ്റി പറയാം. ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മൾ കംപ്ലീറ്റ്ലി ചെയ്തിരിക്കുന്നത് 4x2 ട്യൂബ് വെച്ചാണ്. അതായത് GP 4x2 16 ഗേജിന്റെ ട്യൂബ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് ഓരോ ഏരിയയ്ക്ക് അനുസരിച്ച് അതിന്റെ സ്പെക്ക് ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ നമുക്ക് വരുന്നത് വെച്ചാൽ ഈ ഒരു ഏരിയ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഒരു വിഡ്ത്ത് എന്ന് പറയുന്നത് 4.5 മീറ്ററും ഇങ്ങോട്ടേക്ക് അറൗണ്ട് ഒരു 4 മീറ്റേഴ്സും ആണ് വരുന്നത്. 4.5 ഏകദേശം ഇങ്ങോട്ടും വരുന്നുണ്ട് ഏകദേശം. അത്രയും വരുന്ന സമയത്ത് അതുകൊണ്ടാണ് നമ്മളിതിന് 4x2 സെക്ഷൻസ് കൊടുത്തിരിക്കുന്നത്. അതേ സമയത്ത് ഇതിലും വലിയ സ്പാം വരിക എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ സൈസ് വീണ്ടും കൂട്ടി കൊടുക്കും. ഇതിലും ചെറിയ സ്പാം ആണെങ്കിൽ നമുക്ക് സൈസ് കുറയ്ക്കാനും പറ്റും. അതേപോലെ തന്നെയാണ് നമുക്ക് ഇതിനകത്ത് ഇപ്പൊ നമുക്ക് വിത്തൗട്ട് ലെഗുകളിലാണ് വേണ്ടതെങ്കിൽ ഇപ്പൊ നമുക്ക് ഈ ഒരു കോർണറിൽ മാത്രമാണ് ശരിക്കും മെയിൻലി ഒരു പില്ലർ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി ആ ഒരു സൈഡിലേക്ക് പോയാൽ പോലും നമുക്ക് ഒരു പില്ലർ കാണാനായിട്ട് പറ്റില്ല. നമുക്ക് ഈ ഒറ്റ സൈഡിൽ മാത്രമാണ് നമ്മൾ പില്ലർ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ 4x2 യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഓരോ ഏരിയയ്ക്ക് അനുസരിച്ച് ഡിഫറെന്റ് ആയിരിക്കും. പല രീതിയിൽ പല മെത്തേഡിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് നമ്മുടെ വീടിനനുസരിച്ച് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഇതിന്റെ ബേസിക് സ്ട്രക്ചറാണ്. സ്ട്രക്ചറിന്റെ മുകളിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഗ്ലാസ് ഇടാം, പോളികാർബണേറ്റ് ഇടാം, ഷീറ്റ് ഇടാം, അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. ഗ്ലാസ് ഇടുമ്പോൾ എന്തൊക്കെ അഡ്വാൻറ്റേജ് എന്നല്ലേ? ഗ്ലാസ്സിലേക്ക് വരാം. ഇനി നമ്മൾ ഇതിന്റെ ഈ ഒരു ഗ്ലാസിന്റെ സ്പെക്കിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന സമയത്ത് നമ്മളിവിടെ ഇട്ടിരിക്കുന്നത് 10mm ടഫൺ ഗ്ലാസ് ആണ്. 10mm ടഫൺ ഗ്ലാസ് വിത്ത് ഫ്രോസ്റ്റഡ് ഗ്ലാസ് ആണ്. അതായത് ഡയറക്റ്റ് വ്യൂ കാണാത്ത രീതിയിൽ. കാരണം നമ്മുടെ നാട്ടിലേക്ക് ഒരു ക്ലൈമറ്റ് വെച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് എന്താ പറയുക, പൊടിയും പായലൊക്കെ പിടിക്കുന്ന ഒരു ക്ലൈമറ്റ് ആണ്. എങ്ങനെ പോയാലും നമ്മളൊരു 6 to 8 മന്ത്സിനുള്ളിൽ മസ്റ്റായിട്ടും അത് ക്ലീൻ ചെയ്തിരിക്കണം. അപ്പൊ ഏറ്റവും ആദ്യം കാർപോർച്ച് ഗ്ലാസ് ഇടാൻ ആഗ്രഹമുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, ഇത് ക്ലീൻ ചെയ്യാനുള്ള ഒരു മനസ്സും ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഗ്ലാസ് ഇടാവുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ക്ലിയർ ഇടുന്നതിലും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുണ്ടാവുക ഇതുപോലെ ഫ്രോസ്റ്റഡ് ഗ്ലാസ് ഇടുന്നതാണ്. ഇനി ഇതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഫ്രോസ്റ്റഡ് ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇതിന്റെ മുകളിലായിട്ട് UV സ്റ്റിക്കറിങ് വരാനുണ്ട്. എന്തിനാണ് UV സ്റ്റിക്കറിങ് കൊടുക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ശരിക്കും നമ്മളൊരു കാർപോർച്ച് ഒക്കെ ചെയ്യുന്ന സമയത്ത് അടിയിൽ കാർ ഇടുന്നതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കൊരു 100%ൽ 99.9% ഇത് പൊട്ടില്ല എന്നേ നമ്മൾ പറയുള്ളൂ. തീർച്ചയായിട്ടും. കാരണം ആ രീതിയിലുള്ള സേഫ്റ്റിയും പ്രിക്കോഷൻസും എടുത്തുകൊണ്ടാണ് നമ്മൾ സ്ട്രക്ചർ ചെയ്യുന്നതും ഗ്ലാസ് ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നതും. പക്ഷേ ഏതെങ്കിലും ഒരു പോയിന്റിൽ എന്തെങ്കിലും റീസൺ കാരണം ഒരു ഗ്ലാസ് ബ്രേക്ക് ആയാൽ നമ്മുടെ കാർ ഡാമേജ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ മുകളിൽ UV സ്റ്റിക്കറും കൂടെ ഒട്ടിക്കണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ലാമിനേറ്റഡ് ഗ്ലാസുകൾ ഇടണം. അപ്പൊ UV സ്റ്റിക്കർ ഒട്ടിക്കുന്നത് കൊണ്ട് നമുക്ക് 2 ഉപകാരങ്ങളുണ്ട്. ഒന്ന്, ഇതിന്റെ ചൂട് കുറയുകയും ചെയ്യും. ഈവൻ ഒരു ഗ്ലാസ് ബ്രേക്ക് ആയാൽ അത് താഴത്തേക്ക് വീഴാനുള്ള ടൈം, കാരണം ഇതെന്ന് പറയുന്നത് ഓരോ ബോക്സിലും ഓരോ ഗ്ലാസ്സുകളല്ല, ഒരു 4-3 ബോക്സിലേക്കാണ് ഒരു പീസ് ഓഫ് ഗ്ലാസ് എന്ന് പറയുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മളൊരു സ്റ്റിക്കറിങ് ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഗ്ലാസ് അവിടെ സ്റ്റേബിൾ ആയിട്ട് നിന്നോളും. ഈവൻ ബ്രേക്ക് ആയാലും നമുക്ക് മാറ്റാനുള്ള ടൈം പീരീഡ് അവിടെ കിട്ടുന്നുണ്ട്. സോ അങ്ങനെയുള്ളൊരു കാര്യം നമ്മൾ മെയിൻലി ശ്രദ്ധിക്കണം. പിന്നെ ഫ്രോസ്റ്റഡ് ഗ്ലാസ് ഇടുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ചെയ്തിട്ടൊരു 4 മാസത്തോളം 4-5 മാസത്തോളം ആയിട്ടുണ്ട്. ഇതിന് മുകളിൽ അത്യാവശ്യം നല്ല കുറച്ച് പൊടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ താഴേന്ന് നോക്കുമ്പോൾ നമുക്കത് വലിയ രീതിയിൽ അറിയുന്നില്ല. അതുകൊണ്ടാണ് ഫ്രോസ്റ്റഡ് ഗ്ലാസ് ഇടുകയാണെങ്കിൽ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെയുള്ള ഗ്ലാസ് എന്ന് പറയുന്നത് UV ഗ്ലാസസ് ആണ്. അതാകുമ്പോൾ നമുക്ക് UV സ്റ്റിക്കറിങ്ങിന്റെ ആവശ്യമില്ല. നമ്മളിതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു UV ഗ്ലാസുകളെ പറ്റി. ആ ഗ്ലാസ് ഇടാന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ചൂട് കുറയ്ക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്റ്റിക്കറും കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായി. പിന്നെ നമുക്കിതിൽ മെയിൻ ആയിട്ട് വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ലീക്കേജ്. ഇപ്പൊ മഴക്കാലത്താണല്ലോ ഈ ഗ്ലാസ്സിൽ നിന്നുള്ള ലീക്കേജും. ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, എന്താണ് ഈ ഗ്ലാസ്സിൽ നിന്ന് ലീക്ക് വരുന്നതെന്ന്. എവിടെയൊക്കെ ഗ്ലാസ് ഇട്ടിട്ടുണ്ടോ അവിടെയൊക്കെ ലീക്ക് വരാറുണ്ടെന്ന്. അപ്പോൾ എന്തുകൊണ്ടാണ് ഗ്ലാസ്സിൽ നിന്ന് ലീക്ക് വരുന്നത്? ഇപ്പോൾ ഇവിടെ ഒരു നല്ല മഴയെ കഴിഞ്ഞ് നിൽക്കുക, നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് എവിടെയും നനഞ്ഞിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തുള്ളി പോലും ലീക്ക് ആയിട്ടില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ലീക്കേജ് വരുന്നത്? നമ്മൾ യൂസ് ചെയ്യുന്ന സിലിക്കോണിന്റെ ക്വാളിറ്റിയാണ്. നല്ല ക്വാളിറ്റി സിലിക്കോൺ, വെതർ പ്രൂഫ് സിലിക്കോൺ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ലീക്ക് വരില്ല. അതൊരു 10 to 12 ഇയേഴ്സിലേക്ക് നമുക്ക് ഡെഫിനറ്റ്ലി നമുക്ക് വാറണ്ടി വരെ കൊടുക്കാൻ പറ്റും, നല്ല ക്വാളിറ്റിയോട് കൂടിയ സിലിക്കോൺ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. നമുക്കിന്ന് മാർക്കറ്റിൽ സിലിക്കോൺ എന്ന് പറയുമ്പോൾ ഒരുപാട് ടൈപ്പ് സിലിക്കോൺസ് അവൈലബിൾ ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഒരു 80 രൂപ മുതലെങ്കിലും സിലിക്കോൺസ് അവൈലബിൾ ആണ്. അതെല്ലാം അതിൻ്റെതായിട്ടുള്ള പർപ്പസുകളുണ്ട്. GP ഉണ്ട്, വെതർ പ്രൂഫ് ഉണ്ട്, അങ്ങനെ ഓരോ പർപ്പസ്. എന്തിനാ നമ്മുടെ അക്വേറിയത്തിന് ഒട്ടിക്കാൻ വരെ സെപ്പറേറ്റ് സിലിക്കോൺ ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് സിലിക്കോൺസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഗ്ലാസ്, അതായത് സ്കൈലൈറ്റ് പോലുള്ള ഇതുപോലെയുള്ള ഗ്ലാസ്സുകൾ കാർപോർച്ചിലായിക്കോട്ടെ
വീടിന് മുകളിൽ ലിവിംഗ് ഏരിയയുടെ ടോപ്പിൽ എവിടെ വേണേ ആയിക്കോട്ടെ, ഗ്ലാസ് കൊണ്ട് നമ്മൾ പുറത്തിടുന്നുണ്ടെങ്കിൽ വെതർ പ്രൂഫ് സിലിക്കോണാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അങ്ങനത്തെ ഒരുപാട് ബ്രാൻഡുകൾ അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങളെ കാണിക്കുന്നത് ഒന്ന്, ഇത് നമ്മുടെ സെൻഗോബേന്റെ തന്നെ സിലിക്കോണാണ്, വെതർ പ്രൂഫിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ 388 എന്ന് പറഞ്ഞിട്ട് ബോസിന്റെ വരുന്നുണ്ട്. ഇതിൽ കണ്ടോ, വെതർ ന്യൂട്രൽ എന്ന് പറയുന്ന സിലിക്കോൺ. അതായത് ഇതിന്റെ കളർ എന്ന് പറയുന്നത് നമുക്ക് ക്ലിയറിൽ അവൈലബിൾ ആണ്. അതുപോലെ വൈറ്റ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, ഒരു ഗ്രേ കളർ, ഇതിലൊക്കെ ഉണ്ട്. അത് നമ്മുടെ ഓരോ ഏരിയക്ക് അനുസരിച്ചാണ്. അപ്പോൾ ഇതേപോലെ മെൻഷൻ ചെയ്തിട്ടുള്ള സിലിക്കോൺസ് മാത്രം യൂസ് ചെയ്യുക. അത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു രീതിയിലും ഗ്ലാസിന്റെ ജോയിന്റുകളിൽ നിന്ന് ലീക്ക് വരില്ല. ഇനി ലീക്ക് വരാനുള്ള ചാൻസസ് എവിടെയാണ്? ഭിത്തി സൈഡിൽ. അതായത് ഈ ഗ്ലാസും ഈ ഭിത്തിയും തമ്മിൽ ഒട്ടിക്കുന്നിടത്തായിരിക്കും ഇനി ലീക്ക് വരാൻ പോകുന്നത്. അതെങ്ങനെയെന്നല്ലേ കാണിക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന ലീക്കിനെ പറ്റിയാണ്. ആദ്യം നമുക്ക് ഗ്ലാസ് ടു ഗ്ലാസ് ജോയിന്റിൽ എങ്ങനെയായിരിക്കും സിലിക്കോൺ ഇരിക്കാൻ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പൊ നമ്മൾ ആ ഒരു കാർപോസിന്റെ മുകളിലാണ് കേട്ടോ നിൽക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ജോയിന്റ് കാണാനായിട്ട് പറ്റും. ഈ ഒരു ഏരിയ കണ്ടോ, ഇവിടെയാണ് നമ്മൾ സിലിക്കോൺ അടിച്ചിരിക്കുന്നത്. ആക്ച്വലി ഫ്രോസ്റ്റഡ് ഗ്ലാസ് ആയതുകൊണ്ടാണ് രണ്ടും സെയിം കളറിൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇത് കണ്ടോ, ഇതിനെവിടെയും ഒരു ക്രാക്കോ പൊട്ടലോ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ വെതർ പ്രൂഫ് സിലിക്കോൺ ഒട്ടിച്ചതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഇതേ സമയത്ത് നമ്മൾ GP ആണ് ഒട്ടിക്കുന്നതെന്ന് വിചാരിക്കുക. നല്ല വെയിൽ കൊള്ളുന്ന സമയത്ത് ഇതിങ്ങനെ ക്രാക്ക് വരും. നമ്മളെ എന്താ പറയാ, ഈ മണ്ണൊക്കെ നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞാൽ വിണ്ട് കീറി പോവാന്ന് പറയില്ല, അതുപോലെ വിണ്ട് കീറിയ പോലെ ക്രാക്കുകൾ വരും. അങ്ങനെ ക്രാക്കുകൾ വരുന്നത് ലോ ക്വാളിറ്റി സിലിക്കോൺ അല്ലെങ്കിൽ ഈ പർപ്പസിന് ഉപയോഗിക്കേണ്ടാത്ത സിലിക്കോൺ ആയിരിക്കും ഉപയോഗിച്ചെന്നുള്ളതാണ്. വെതർ പ്രൂഫ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരിക്കലും ഈ ഏരിയയിൽ ഈ പ്രശ്നങ്ങൾ വരാറില്ല. പിന്നെയും ഗ്ലാസ് ടു ഗ്ലാസ് ജോയിന്റുകൾ ലീക്ക് വരാറുണ്ട്. എപ്പോഴാണെന്നറിയോ, നമ്മൾ ഈ സിലിക്കോണൊക്കെ അടിക്കുന്ന സമയത്ത് ചിലപ്പോൾ ചെറിയ ബബിൾസ് ഒക്കെ കിട്ടും. അപ്പൊ ഈ സിലിക്കോൺ ഉണങ്ങാനൊക്കെ ചില സിലിക്കോൺസ് ഒക്കെ, നല്ല സിലിക്കോൺസ് ഒക്കെ 24 hours ഒക്കെ എടുക്കും നന്നായിട്ട് ഉണങ്ങി വരാനായിട്ട്. അപ്പൊ ആ സമയത്ത് നല്ല വെയിലൊക്കെ കൊള്ളുവാണെങ്കിൽ ചിലപ്പോൾ ഈ ബബിൾസ് പൊട്ടും നമ്മൾ അടിച്ചതിന് ശേഷം. അപ്പൊ ആ ബബിൾസ് ത്രൂ ചിലപ്പോൾ വെള്ളം വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ അത് വളരെ ഒരു 0.23% ഒക്കെ ചാൻസ് ഉള്ളു അങ്ങനെ വരാനായിട്ട്. ഇനി ഭിത്തി സൈഡ് കാണാം. ഭിത്തി സൈഡിലേക്ക് വരുന്ന സമയത്താണ് ഇപ്പൊ ഇത് നമ്മുടെ ഭിത്തി സൈഡാണ്. ഈ ഒരു ഭിത്തി സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു 5-6 മാസം ആയാലും നമ്മൾ ഇട്ടിട്ട് അതിൻ്റെതായ ചെറിയ ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഇവിടെ നല്ല വൃത്തിക്ക് നമ്മൾ ആ ഗ്ലാസ് ടു ഗ്ലാസ് ജോയിന്റ് പോലെ തന്നെ ഭിത്തിയിലേക്ക് കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ട്. എവിടെ ഒരു ക്രാക്കോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് നമുക്കിവിടെ ലീക്കിന്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഇനി എവിടെയാണ് പ്രശ്നം എന്നുള്ളത് കാണിച്ചത്. നമ്മൾ ഗ്ലാസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല, ഇത് കണ്ടോ, അതായത് നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള സിലിക്കോൺസ് അടിക്കുന്ന സമയത്ത് ഇതുപോലെ പെയിന്റ് പൊളിച്ചുകൊണ്ട് പോരുന്നത്. ഇത് കണ്ടോ, പെയിന്റ് ആണ് പൊളിഞ്ഞിരിക്കുന്നത്, സിലിക്കോൺ അല്ല, പെയിന്റ് കണ്ടോ. അതായത് നല്ല ക്വാളിറ്റി പെയിന്റ് അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ സിലിക്കോൺ, ഞാൻ പറഞ്ഞിരുന്നു 1 ദിവസം 2 ദിവസമൊക്കെ എടുക്കും നന്നായിട്ട് ഉണങ്ങി വരാനായിട്ട്. അങ്ങനെ ഉണങ്ങി വരുന്ന സമയത്ത് ഈ സിലിക്കോൺ നന്നായിട്ട് വലിക്കും ഭിത്തിയായിട്ട്. ആ വലിക്കുന്ന വഴിയിലാണ് ഇത് പൊളിഞ്ഞു പോരുന്നത്. ഇങ്ങനെ പൊളിഞ്ഞു പോരുമ്പോൾ എന്താ സംഭവിക്കുക, ഇത് ത്രൂ അകത്തേക്ക് വെള്ളം വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇങ്ങനെ വരുന്ന കേസസിൽ പിന്നീട് നമുക്ക് എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ വീണ്ടും നമുക്കൊരു എല്ലാങ്കിളോ വീണ്ടും സിലിക്കോണൊക്കെ അടിച്ചു നോക്കാം എന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെ വരുന്ന ഏരിയകളിൽ എങ്ങനെയാണ് നമ്മൾ ഇതിനെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതല്ലേ പറഞ്ഞുതരാം. നമ്മൾ ഏറ്റവും ആദ്യം ഈ ഒരു സ്ട്രക്ചർ ചെയ്ത് കഴിയുന്ന സമയത്താണ് ഇതിന്റെ പെയിന്റിംഗ് എല്ലാം നമ്മൾ ഫിനിഷ് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് വളരെ വൃത്തിയായിട്ട് ഇതിന്റെ ഭിത്തിയിലെ പെയിന്റിങ്, ഒരു 2 കോട്ട് പെയിന്റിംഗ് എങ്കിലും നല്ല വൃത്തിയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അത് പെയിന്ററോട് പ്രത്യേകം പറയണം ഇവിടെ ഗ്ലാസ് ആണ് വരാനുള്ളത്, സിലിക്കോൺ ആണ് ചെയ്യാനുള്ളത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വളരെ നീറ്റായിട്ട് അത് ചെയ്യും. അത് ചെയ്ത് കഴിഞ്ഞാൽ ഈ സിലിക്കോൺ അടിച്ചു കഴിഞ്ഞാൽ അതോടെ ലാസ്റ്റ് ചെയ്യും. അല്ലാത്ത പക്ഷമാണ് നമുക്കിത് പെയിന്റ് പൊളിയുന്നത്. പെയിന്റ് പൊളിഞ്ഞതിന് ശേഷം അവിടെ മാത്രം പെയിന്റ് ചെയ്ത് അത് നിൽക്കുമോ? ഇല്ല, അത് പിന്നീട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മളൊരു എല്ലാങ്കിളോ 2-3 വട്ടം സിലിക്കോൺ അടിക്കുക അങ്ങനെയൊക്കെ ചെയ്ത് നോക്കാമെന്നേ ഉള്ളൂ. പക്ഷെ ആദ്യം ചെയ്യുന്നത് നീറ്റായിട്ട് ചെയ്താൽ പിന്നീട് അങ്ങോട്ടേക്ക് ഫ്യൂച്ചറിലേക്ക് നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല. കാർപോർട്ടിൽ ഗ്ലാസ് ഇടുന്നതിനെ പറ്റി നിങ്ങളൊന്ന് കണ്ടു, അതെങ്ങനെ ഉണ്ടായിരിക്കുമെന്ന് നിങ്ങൾ കണ്ടു. അങ്ങനെയെങ്കിൽ അത് മാത്രമല്ല, ഗ്ലാസ് ഉപയോഗിച്ച് എവിടെ സ്കൈലൈറ്റോ പെർഗോളോ ചെയ്യുന്നുണ്ടോ അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലായിട്ടുണ്ടാവും. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു കണ്ടന്റുമായി വീണ്ടും വരുന്നതാണ്. നന്ദി, നമസ്കാരം.